ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ആവോലിയാണ് മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഇടുന്നത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള കറിവേപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് 10 മിനിറ്റ്. ഇനി നമുക്ക് ആവശ്യം ഒരു 3 വലിയുള്ളിയാണ്, പിന്നെ ഒരു 2 തക്കാളി, 2 ചെറിയ തക്കാളിയാണ് എടുത്തത്, പിന്നെ മല്ലിയില, കറിവേപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അതായത് നമ്മളൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് 2 സൈഡും ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാം. നല്ല ഗ്രേവിയുള്ള മസാലയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതേ സെയിം എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതുപോലെ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി, തക്കാളി എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കുക, കാരണം ഫിഷിൽ ഓൾറെഡി ഉപ്പ് ഇട്ടുള്ളതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചാണ് കുക്ക് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. നമുക്കൊരു വാഴയിലാണ് വേണ്ടത്. വാഴയിലേക്ക് നമ്മൾ ആദ്യം മല്ലിയില സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫിഷ് വെക്കുകയാണ്. എന്നിട്ട് ഫിഷിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വാഴയിലേൻ്റെ നാരനാണ് ഇവിടെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണേൽ വേറെ എന്തെങ്കിലും നൂലൊക്കെ ഉപയോഗിക്കാം കെട്ടാൻ വേണ്ടിയിട്ട്. കറിവേപ്പും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒട്ടും എണ്ണ ഇല്ലാതെ തന്നെ ഇതൊന്ന് നമ്മളൊരു പാനിൽ മൂടി വെച്ചിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഉള്ളിലുള്ള മസാലയൊക്കെ ഒന്ന് ഗ്രേവി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് 10 മിനിറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് 2 സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നോക്കിയാൽ ഇതുപോലെ മസാല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് അപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ കറിയൊന്നും വേണ്ട, കാരണം ഇതിൻ്റെ ഗ്രേവി തന്നെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്.